الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير مما خلقنا تفضيلا. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പടച്ചറബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ആയുസ്സിൻ്റെ ബലം കൊണ്ട് ബാക്കിയായിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ട വിഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ് മനുഷ്യന്മാർ എന്ന് പറയുന്ന നമ്മൾ. ഒരു ജീവജാലത്തിനുമില്ലാത്ത പ്രാധാന്യവും പ്രത്യേകതയും പരിഗണനയും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ബഖറ സൂറത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ അത് അവൻ നമ്മളോട് പറയുന്നുണ്ട്. ഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹനെ നിഷേധിക്കാൻ കഴിയും? ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ ജനിച്ചു, നിങ്ങൾ ജീവിച്ചു, നിങ്ങൾ മരിച്ചു. വീണ്ടും അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് ആദരം തന്നു, ബഹുമാനം തന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ലഭിച്ച ഈ ആദരവ് ആ മനുഷ്യ വിഭാഗത്തിൽപ്പെടാൻ സാധിച്ചു എന്നുള്ള ഒരു സൗഭാഗ്യം, അതോടൊപ്പം അള്ളാഹുവിൻ്റെ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ മനുഷ്യന്മാർ തന്നെ പലതരത്തിലും കോലത്തിലുമായി തരംതിരിയുന്ന പ്രത്യേക കാലഘട്ടത്തിൽ ഈ ദീന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യത്തിൻ്റെ മഹാസരണിയിൽ അള്ളാഹു നമ്മളെ തീർത്ത് ഒരുക്കി തന്നു, പാകപ്പെടുത്തി തന്നു എന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യമായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അറഫയിലെ ഒരു പ്രഭാഷണമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അത് ലോക ചരിത്രത്തിൽ എന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഷണമാണ്. അതിൽ മനുഷ്യന്റെ മഹാത്മ്യം എടുത്തു പറയുന്നു. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ ധനം പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. കഹുറമത്തി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ, ഈ നാട് പവിത്രമായ പോലെ
ഈ മാസം പവിത്രമായ പോലെ ഈ ദിവസവും പവിത്രമായ പോലെ ഉപമ വെച്ചിട്ടാണ് അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. അറഫാ ദിനം അതിൻ്റെ പവിത്രത, ദുൽഹിജ്ജ മാസം അതിൻ്റെ പവിത്രത, വിശുദ്ധമായ മക്ക ഹറം അതിൻ്റെ പവിത്രത. ഇതിന് സമാനമാണ് നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, അതുപോലെ നിങ്ങളുടെ സമ്പത്ത്. മനുഷ്യനെ അല്ലാഹു വല്ലാതെ ആദരിച്ചു, ഒരുപാട് ബഹുമാനിച്ചു. ആ ആദരവ് മനുഷ്യൻ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. പെരുമാറ്റത്തിൽ ആ ആദരവുണ്ടാകണം, സംസാരത്തിൽ ആ ആദരവുണ്ടാകണം, ഭാഷകളിൽ ആ ആദരവ് കടന്നു വരണം. കാരണം അല്ലാഹു ബഹുമാനിച്ചു. വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യരെ നാം ബഹുമാനിച്ചു. ഖുർആൻ 70 ഇസ്രായേൽ 70-ാമത്തെ ആയത്താണ്. തീർച്ചയായും മനുഷ്യരെ നാം ബഹുമാനിച്ചു, ആദം സന്തതികളെ നാം ബഹുമാനിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവരെ നാം അവർക്ക് കരയിലൂടെ യാത്ര ചെയ്യാൻ നാം പാകപ്പെടുത്തി. വൽ ബഹർ, കടലിലൂടെയും. കടലിലെ യാത്ര, കരയിലെ യാത്ര. ആയത്ത് പറയുമ്പോ അന്ന് വ്യോമയാത്ര അത്ര കൂടുതലല്ലാത്ത കാലം, പക്ഷെ ഇന്ന് അത് സർവസാധാരണമായ കാലം. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലൂടെയും കരയിലൂടെയും മനുഷ്യന് യാത്ര ചെയ്യാൻ നാം സൗകര്യം അവർക്ക് നാം ഒരുക്കി കൊടുത്തു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ ആഹാരങ്ങൾ നാം അവർക്ക് നൽകി. വഫളൽനാഹും അലാ കസീരിൻ മിമ്മാ ഖലഖ്നാ തഫ്ളീലാ, അല്ലാഹു പടച്ച മറ്റു പടപ്പുകളേക്കാൾ ഈ മനുഷ്യന് നാം ആദരം നൽകി. സൂറത്ത് ഇസ്രായേൽ പടച്ചോൻ പറഞ്ഞു തരികയാണ്. വല്ലാത്തൊരാദരവും വല്ലാത്ത ഒരു ബഹുമാനവും. എന്നിട്ടും മനുഷ്യന്മാർ പരസ്പരം ശത്രുക്കളായി. അത് മനുഷ്യനോളതിന് പഴക്കമുണ്ട്. അസൂയ മൂത്തപ്പോൾ മനുഷ്യൻ സഹോദരനെ കൊന്നു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കൾ, ലോകത്താദ്യത്തെ കൊലപാതകം ഖുർആൻ പറഞ്ഞു. 2 പേരും അല്ലാഹുക്ക് നേർച്ച നേർന്നു, ബലിമൃഗത്തെ. ഒന്ന് അല്ലാഹു സ്വീകരിച്ചു, മറ്റേത് സ്വീകരിച്ചില്ല. അപ്പൊ സ്വീകരിക്കപ്പെടാത്തവന് സ്വീകരിച്ചവനോട് വിരോധമായി. അതൊരു പകയായി മാറി, അതൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചു. ഖുർആൻ അതൊക്കെ എടുത്തു പറയുന്നുണ്ട്. മനുഷ്യനോളം പഴക്കണ്ട് ഈ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം പടവെട്ടുന്നതിന്, പരസ്പരം ആളുകളെ കൊന്നു തീർക്കുന്നതിന്. അവിടുന്ന് ഇങ്ങോട്ട് ലോകചരിത്രം പഠിച്ചാൽ എത്രയോ യുദ്ധങ്ങൾ, എത്രയോ പോരാട്ടങ്ങൾ. പാവം മനുഷ്യ മക്കളെ ക്രൂരമായി കൊല ചെയ്ത ഫറോവാന്റെ ചരിത്രം, നമ്രൂദിന്റെ ചരിത്രം, അങ്ങനെ ഒരുപാട് ഇന്നും വർഷങ്ങളോളം തുടരുന്ന ഫലസ്തീനിലെ ഗസയിലെ പാവങ്ങളായ മക്കൾ. അവർ ജനിക്കുന്നത് ഭീതിയിൽ, അവർ ജീവിക്കുന്നത് ഭീതിയിൽ. ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കാണുന്നവർ, അംഗവൈകല്യം ബാധിച്ചവർ, സ്വപ്നങ്ങൾക്ക് നേരെ ബോംബ് വർഷിച്ചിട്ട് എല്ലാം ചിതറിപ്പോകുന്ന പാവങ്ങൾ. അതൊക്കെ ലോകത്തിങ്ങനെ നടക്കുക. നിരപരാധികൾ, എത്രയോ പാവങ്ങൾ. അവിടെ റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥന, ഒരു പ്രയോഗമുണ്ട്. സലാസ് ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും, അതൊരിക്കലും തട്ടിക്കളയൂല. അതിലൊന്ന് ദഅവത്തുൽ മദ്ലൂം, മർദിതന്റെ പ്രാർത്ഥനയാണ്. തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ശത്രു അത്ര ശക്തനാണ്. ആരും വരുന്നില്ല, സഹായിക്കാൻ ഒരാളും വരുന്നില്ല. ദയനീയമായി നോക്കി നിൽക്കുക. അപ്പൊ ഉള്ളിലൊരു വേദന, അകത്തളത്തിലൊരു വിമ്മിഷ്ടം. റബ്ബേ, ഈ ദുനിയാവിൽ ഞാൻ ഇത്ര ദുർബലനായി പോയല്ല റബ്ബേ. ആ മനുഷ്യന്റെ നെഞ്ചു പൊടയുന്ന ഒരു ദുആ, അതങ്ങനെ തന്നെ ഉയരും അല്ലാഹുവിന്റെ അർശിലേക്ക്.
സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം. മർദിതന്റെ പ്രാർത്ഥന ഭയപ്പെട്ടോ, അവന്റെ ദുആക്കും അല്ലാഹുക്കും ഇടയിൽ ഒരു മറയുമില്ല. ശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞു വന്നത്, എത്രയോ പാവങ്ങൾ, ആ പാവങ്ങളെ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ ഇവിടൊക്കെ മനുഷ്യ ജീവന്റെ ഒരു വില പറയുന്നുണ്ട് ഖുർആൻ, ഇസ്ലാമും പറയുന്നുണ്ട്. മനുഷ്യ ജീവന്റെ വില, മനുഷ്യ വ്യക്തിത്വത്തിന്റെ വില, മനുഷ്യൻ എന്ന് പറയുന്ന ആദരം. 7 വൻപാപങ്ങൾ എണ്ണിപ്പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് ഖത്ലുൻ നഫ്സ്, ഒരാള് മറ്റൊരാളെ കൊല്ലുക, കൊലപാതകം 7 വൻപാപം. പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്ത്? അവിടെയാണ് പ്രതിക്രിയ എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാം ഉണ്ടാക്കിയത്. ഖിസ്വാസ് എന്ന് അതിന് അറബ് ഭാഷയിൽ പറയും. പുതിയ കാലത്ത് മതത്തിന്റെ എല്ലാ നിയമങ്ങളും തലനാരിഴകേറി ചാനലുകളിൽ ചർവണം നടക്കുന്ന കാലമാണ്. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അവിടെ അഭിമാനത്തോടു കൂടിയും അന്തസ്സോടുകൂടിയും ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാനും പറയാനും കഴിയും. ലോകത്ത് വേറെ എവിടെ ഇങ്ങനെ നിയമമല്ല, ഇത്ര കൃത്യമായി നിയമങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി അഭിമാനം തൂകിയത് പണ്ട്. എന്ത് നബി, നിങ്ങളുടെ നബി? ജൂതൻ സൽമാനെ കളിയാക്കി. വിസർജനത്തിന്റെ നിയമം പറയാൻ എന്തിന് നബി? നബി വന്നാൽ നബി പറയേണ്ടത് സ്വർഗത്തെപ്പറ്റി, നബി പറയേണ്ടത് നരകത്തെപ്പറ്റി. അതല്ലാതെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എന്തിനൊരു നബി? അതാ പരിഹാസം. സൽമാൻ പ്രതിവചിച്ചു, അതെ ഞങ്ങളുടെ പ്രവാചകൻ അങ്ങനെ തന്നെ വിസർജിക്കണം എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു, അവിടേക്ക് പോകേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു, അവിടെ ഏത് കാലെടുത്ത് വെക്കണമെന്ന് പഠിപ്പിച്ചു, അവിടെ നടത്തേണ്ട ദുആ പോലും ഞങ്ങളെ പഠിപ്പിച്ചു. ആകാശത്ത് നിന്ന് ഈ പ്രവാചകൻ കൊണ്ടുവരുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അഭിമാനമാണ്. ഒക്കെ ഞങ്ങളെ നബി ഞങ്ങളെ പഠിപ്പിച്ചു. ദീനിന്റെ ഒരു പരിപൂർണതയാണത്, ദീനിന്റെ ഒരു കമാലിയത്ത് അവിടെ നമ്മൾക്ക് കാണുന്നു. അപ്പൊ അവിടെയാണ് ഈ കൊലപാതകത്തിന് പ്രതിക്രിയ വന്നു. ഖുർആൻ ഒരുപാട് ആയത്തുകൾ അത് സംബന്ധമായി ചർച്ച വന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ്. നിങ്ങൾക്ക് ഖിസാസ് നിയമം വന്നു. പക്ഷെ ഖിസാസ് വരുമ്പോഴും നിങ്ങൾ മാപ്പ് നൽകിയാൽ അള്ളാഹു പുറത്തു കൊടുക്കും. നിങ്ങൾ പുറത്തു കൊടുത്താൽ അയാൾക്ക് ജീവിതത്തിന് മോചനമുണ്ട്. പുറത്തു കൊടുക്കണില്ലെങ്കിലോ അയാളെ വധിക്കണം. അതൊരു നാടിന് ശാപമാണ്, ഒരു സമൂഹത്തിന് ശാപമാണ്, ഒരു സംവിധാനത്തിന് ഭീഷണിയാണ് അത്തരം ആളുകൾക്കുള്ള ശിക്ഷ. ഇതിന് പ്രാകൃതം എന്ന് പറഞ്ഞ് കുറേ കാലം ആളുകൾ തള്ളിക്കളഞ്ഞിരുന്നില്ലേ? ഇപ്പൊ ചിലര് പറയാൻ തുടങ്ങി ഇത് ആവശ്യമാണ്. ചില വധത്തിന് കൊലപാതകം തന്നെ, പ്രതിക്രിയ തന്നെ ആവശ്യമായി വരും. അവിടെയാണ് ഈ പ്രതിക്രിയയുടെ ചർച്ച വരുന്നത്. ഇന്നിപ്പോ വ്യാപകമായ തോതിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അതെങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച വരികയാണ്. സ്വന്തം കുടുംബക്കാർ അവര് വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ഈ പ്രതിക്രിയ വേണ്ട. എത്രയോ കാലം മുമ്പുള്ള 1400 കൊല്ലങ്ങൾക്കപ്പ് അക്ഷരം പോലും അതിന്റെ രൂപം പ്രാപിക്കുന്നതിന് മുമ്പേ വഹയായിട്ട് നിയമമായിട്ട് വന്ന ദുനിയാവിലെ ശിക്ഷയാണ് പറഞ്ഞത്. കൊലക്ക് കൊല, അയാൾ ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷ അത് നരകമാണ്. ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ആഖിറത്തിൽ ലഭ്യമാകാൻ പോകുന്നത് നരകമാണ്. വമൻ യഖ്തുൽ മുഅ്മിനൻ, ഒരു വിശ്വാസിയെ ഒരാൾ കൊന്നു, മുതഅമ്മിദൻ, മനഃപൂർവം കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ, ഫജസാഉഹു ജഹന്നം, പ്രതിഫലം അയാൾക്ക് പരലോകത്ത് നരകമാണ്. ഖാലിദൻ ഫീഹാ, അതിലയാൾ ശാശ്വതമായി പാർക്കും. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹു അയാളോട് കോപിച്ചിട്ടുണ്ട്. വലഅനഹു, അല്ലാഹു അയാളെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട്. വഅഅദ്ദ ലഹു, അല്ലാഹു അയാൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അദാബൻ അലീമാ, വേദനയേറിയ ശിക്ഷ.
ഖുർആൻ പറയാണ് വേദനയേറിയ ശിക്ഷ, ഭീകരമായ നരകം. അതുകൊണ്ട് കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകത്തെ പറ്റി പറയുന്ന ഒരായത്തുണ്ട്, അത് വളരെ ഭീകരമാണ്. നിങ്ങളുടെ ഒരു തൊലി ഉരുകുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ, അവർക്ക് നാം വേറെ തൊലി പകരമിട്ട് കൊടുക്കും. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവര് ശിക്ഷ ശരിക്ക് ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, രുചിക്കുവാൻ. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്, മനുഷ്യന് വേദന അറിയുന്നത് മനുഷ്യന്റെ തൊലിയുടെ സംവേദ നാഡിയിലൂടെയാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് എന്ന് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പഠിക്കുന്നു. സ്പർശനം, അതിലൂടെ സുഖങ്ങളുണ്ട്, അതിലൂടെ വേദനകളുണ്ട്. രോഗിയുടെ അടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോ ആ രോഗിയെ പ്രവാചകൻ അവിടുത്തെ കൈകൊണ്ട് മെല്ലെ ഒന്ന് തടവും. അത് രോഗിക്കൊരു കുളിരായിരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. എത്രയോ രോഗങ്ങൾ മാറും. ഇത് പ്രവാചകനാണ്, വിശുദ്ധ വഹീന്റെ ജിബ്രീൽ വഹി പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹിന്റെ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തിത്വമാണ്. അവിടെ ഈ മസഹ എന്ന പദം ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഒരു സ്പർശനം, അത് മനുഷ്യൻ ആനന്ദം പകരും. അത് ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെതാകുമ്പോഴോ അല്ലേ? കാലങ്ങളായിട്ട് മക്കളെ തൊടാത്ത വാപ്പമാർ, കാലങ്ങളായിട്ട് ചിലപ്പോ സഹധർമ്മിണിയെപ്പോലും അകലെ കടത്തി ഇവൻ വേറെ എങ്ങോ സ്വതന്ത്രമായി കിടക്കുന്ന ചില പേരിന്റെ ഭർത്താക്കന്മാർ, കാലങ്ങളായിട്ട് മക്കളുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കാൻ മറന്നുപോയ മാതാപിതാക്കൾ. നമ്മളെ നാട്ടുപുറത്തൊക്കെ കാണാം, ഒരു 50-60 വയസ്സായ ഭാര്യമാര് പറയും ഭർത്താക്കന്മാരോട്, ഇനി നിങ്ങൾ അവിടെ കിടന്നോളി. ഇപ്പൊ പേരക്കുട്ടികളൊക്കെ പാടാ. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ സഹധർമ്മിണി, അത് കേവലം ഒരു ലൈംഗിക ബന്ധം മാത്രമല്ലല്ലോ. ആ സ്പർശനം, ആ ആലിംഗനം, ഒരു മനുഷ്യന് കിട്ടുന്ന കുളിരും, അവന് കിട്ടുന്ന ഊർജവും, അവന് കിട്ടുന്ന സ്വസ്ഥതയും എല്ലാം ചേർത്തിങ്ങനെ ഉൾക്കൊണ്ട് പറയേണ്ട സംഗതികളാണ്. പറഞ്ഞു വന്നത്, അങ്ങനെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഈ സ്പർശനം നരകമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അവിടെയാണ് വേദന അറിയുന്നത്. അതുകൊണ്ട് കർശനമായിട്ട് ഓരോ തൊലി ഒരുങ്ങുമ്പോഴും വേറെ ഒരു തൊലി അല്ലാഹു പകരമിട്ട് കൊടുത്തു. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഗൗരവത്തോടെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അവിടെയാണ് ദീൻ എന്താണ് നമ്മൾ അറിയുന്നത്. മറ്റാരെക്കാൾ കൂടുതൽ ഈ ദീനിന്റെ മഹിമ അറിയേണ്ടത് ഈ പുതിയ ലിബറലിസത്തിന്റെ കാലത്ത് ആരെക്കാൾ കൂടുതൽ ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളാണ്. പുതുതലമുറയ്ക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. വാക്കുകൾ പോലും, അതുകൊണ്ട് കൊലപാതകം മാത്രമല്ല, ചെറിയ വാക്കുകൾ പോലും സൂക്ഷ്മതയോടുകൂടി. സഫിയ്യ ബിൻത് ഹുയൈനെ കുറിച്ച് ആയിഷ ബീവി ഒരിക്കൽ പറഞ്ഞുപോയി, ഹിയ ഖസീറ എന്ന് പറഞ്ഞാൽ കുള്ളത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്കിന് വലിയ കുഴപ്പമൊന്നും നമ്മളെ നാട്ടിൽ കാണൂല. കാരണം മിക്ക നാട്ടിലും കുള്ളെന്ന് പേര് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പലർക്കും. പക്ഷെ ആ വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാതിലെത്തിയപ്പോ, യാ ആയിഷ ലഖദ് ഖുൽതി കലിമതൻ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിനെപ്പറ്റി നിനക്കറിയുമോ? ലൗ മുസിജത്തി ബിമാഇൽ ബഹർ, അതെങ്ങാനും കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ലമസജതുഹു യാ ആയിഷ, ആ കടല് മലിനമായി, ആ കടല് പോലും കലങ്ങിപ്പോയി ആയിഷ. ഒരു വാക്കിന്റെ പ്രയോഗമാണ്. എത്ര വാക്കുകൾ, എത്ര ആളുകളെ വാക്കുകൊണ്ട് ദ്രോഹിച്ചവർ, വേദനിപ്പിച്ചവർ. ചില ആളുകളെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെ അടിവരയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവിടെയാണ് നേരത്തെ പറഞ്ഞത് പ്രതികാരം. ആ പ്രതികാരത്തിന് പോലും ഇസ്ലാം മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി.
തോന്നിയമായൊരു പ്രതികാരം, അതൊന്നും ഇസ്ലാമിലില്ല. സൗകര്യം വന്നാൽ അടിച്ചു നിരത്ത്, അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. ഉഹദ് യുദ്ധത്തിന്റെ ഉഹദ് മലയുടെ താഴ്വാരം, ചിതറിയോടിയ മുസ്ലിം ജനക്കൂട്ടം, മൃതശരീരങ്ങൾ 70ഓളം അന്ന് സാക്ഷ്യം വഹിച്ച യുദ്ധം, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട 70ഓളം അനുയായികൾ രക്തസാക്ഷിയായ യുദ്ധം. ആ യുദ്ധത്തിൽ ഇങ്ങനെ അവസാനം പ്രവാചകൻ ഒരു കാഴ്ച കാണുന്നുണ്ട്. ആ മൃതശരീരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോ ആരൊക്കെ പോയി എന്നറിയുമ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കണ്ടു. അത് നബിയുടെ എളാപ്പ അബ്ദുൽ മുത്തലിബിന്റെ പ്രിയപ്പെട്ട മകൻ, ബദറിൽ ഇസ്ലാമിന്റെ മുന്നണി പോരാളി. പക്ഷെ ആ മയ്യത്ത് കണ്ടിട്ട് പ്രവാചകൻ ഒരുപാട് കരഞ്ഞു. ഇതുപോലൊരവസരം ഞങ്ങൾക്ക് വന്നാൽ, ഇതുപോലെ അവരുടെ 70ഓളം ആളുകളുടെ ശരീരത്തെ 70ഓളം ആളുകളുടെ ശരീരത്തെ ഇതുപോലെ ഞങ്ങളും വികൃതമാക്കും. കാരണം കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടു, കൈകാലുകൾ വെട്ടി, വിരലുകൾ വെട്ടിമാറ്റപ്പെട്ടു, ഹൃദയം പോലും പറിച്ചെടുക്കപ്പെട്ടു. അങ്ങനെ മുഖത്ത് നോക്കുമ്പോഴേക്ക് ഒന്ന് കരയാൻ പോലും ആകാതെ റസൂലുള്ള തളർന്നു പോയ ഒരു ദിവസം. അപ്പോഴാ പറഞ്ഞത്, ഇതുപോലൊരു ദിവസം ഞങ്ങൾക്ക് വന്നാൽ നിങ്ങളെ 70ഓളം ആളുകളെ ശരീരത്തെ ഞങ്ങൾ ഇങ്ങനെ ആക്കുന്ന. മാനത്ത് നിന്ന് ജിബ്രീൽ വരണം, ഒരു വഹി വരണം, ഒരായത്ത്. നഹ്ൽ സൂറത്തിന്റെ അവസാന ഭാഗം, ബിമിസ്ലി മാ ഉഖിബതും ബിഹി വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. നബിയേ, അങ്ങനെ വന്നാലും, നിങ്ങൾക്ക് അങ്ങനെ അവസരം വന്നാലും നിങ്ങളോട് ചെയ്തതിന് സമാനമായിട്ട് മാത്രം പ്രതികാരം. ബിമിസ്ലി മാ ഉഖിബതും ബിഹി, അതിലധികം വേണ്ട. 70 ആളെന്നും അങ്ങനെ ചെയ്യണ്ട. എന്നിട്ട് ക്ഷമിക്കാൻ പഠിപ്പിച്ചു. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, തഖ്വയുള്ളവരുടെ കൂട്ടത്തിലാണ് അല്ലാഹ്. വല്ലദീന ഹും മുഹ്സിനൂൻ, അതുപോലെ ആ തഖ്വയുള്ളവരാരാണ്? അവർ ഇഹ്സാൻ ഉള്ളവരാണ്, നന്മയുള്ളവരാണ്. അല്ലാഹു അവരെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ, അവരല്ലാഹനെ കാണുന്നില്ലെങ്കിലും അവരെ അല്ല കാണുന്നു എന്ന ബോധത്തോടെ ജീവിക്കുന്ന സച്ചരിതരാണ്. അവിടെയാണ് ഈ പ്രതികാരത്തിന്റെ ഒക്കെ വിഷയമായിട്ട് പഠിക്കേണ്ട സംഗതിയാണ് ഖിസാസ്. അതുകൊണ്ട് ദീനിന്റെ എല്ലാ നിയമങ്ങളും ഏറെ പവിത്രവും ഉത്കൃഷ്ടവുമാണ്. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ, ജീവിതം ക്രമപ്പെടുത്താൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.